പരിപാടി സ്വാഗതം പറയുന്നതിനായിട്ട് 1984-86 ബാച്ച് സെൻറ് ആൽബർട്ട്സ് സ്കൂളിലെ 86-86 ബാച്ചിലെ ബാച്ചുകാരാണ് അധികം മുന്നോട്ട് വന്നത്. അവരെ ജസ്റ്റ് റിപ്പയർ ചെയ്ത പ്രധാനാധ്യാപികയായ ടീച്ചറെ സ്വാഗതത്തിനുള്ള ഒരു മിനിറ്റ് പ്രാഥമിക ടീച്ചർ പാർട്ടിയായിട്ട് ഉദാഹരണ സംഭവങ്ങൾ ഒന്ന് പദ്ധതികളോ ഇതിനോ മറ്റൊന്ന് വിമാനാപകടം ഉണ്ടായി. മനുഷ്യ മനസാക്ഷിയെ ലഭിച്ചാണ് കേരളത്തിലല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ മുഴുവൻ വരെയും ലഭിച്ച സംഭവങ്ങളാണ്. അവരുടെ ആത്മാവിന് അവരുടെ ആത്മാവിനെ നിത്യശാന്തി നൽകുന്ന 10 മിനിറ്റ് പ്രാർത്ഥിക്കും. സാറ് എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്സാഹത്തോടെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയും ഇന്ന് ചെല്ലാണ്ട് കുട്ടികൾക്കായി അവർക്ക് വേണ്ടി ഇന്നലെ രാത്രി ബിരിയാണി സ്വയം നിർമ്മിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പ്രയത്നത്തിലായിരുന്നു. എന്നാലും ഇന്നത്തെ ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ച് നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന AS സാറിന് പ്രത്യേകിച്ച് സഹകാരിയുമായ അർജുന സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ തന്നെ പല വേദികളുടെ പല ക്ലബുകളായിക്കോട്ടെ പല മറ്റു സാമൂഹ്യ സ്ഥാപനങ്ങളായിക്കോട്ടെ അവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് പരമാവധി ചെല്ലാനുമായി ബന്ധപ്പെട്ട സഹായിക്കുന്നതിന് എനിക്കറിയാം തീർച്ചയായിട്ടറിയാം. അതേപോലെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടും ഇത് ഉദാഹരണ മട്ടാഞ്ചേരിയിലേക്ക് കണ്ടോന്ന് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഏറ്റവും പുതിയ മറ്റൊരുക്കാവ് എത്തിച്ചേർക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ നമ്മൾ സമ്പാദിക്കുകയാണ്. പ്രധാനമന്ത്രിയെ സമ്പാദിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞ വിളിച്ചു ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു. അത് വിളിച്ചു പോയാൽ പെട്ടെന്ന് വിളിച്ചു ഞാൻ പൊട്ടി പോയി ഒന്നും കയറി പോകണം. അതെന്റെ പരിപാടി എത്തിക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും വരാൻ പറ്റും. കൃത്യസമയത്തിന് എത്തിച്ചേർന്നു. വിദ്യാർത്ഥികളെ പ്രവർത്തനങ്ങൾ വളരെ ചടുലമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവിടെ നടത്തുന്നതായിട്ട് പല ഗ്രൂപ്പുകൾ നിറയെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തനങ്ങൾക്ക് എന്നും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പരിപാടി പരിപാടിയോടൊപ്പം ഈ അനുസരിച്ചാൽ ആത്മാർത്ഥമായ സംസാരിക്കുന്ന ആശംസ പറയുന്നു. നമ്മുടെ ഈ വിദ്യാർത്ഥി ജില്ലയിലേക്ക് വയനാട് ചുരമിറങ്ങിയെത്തിയ വളരെ വലിയ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ വലിയ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് എറണാകുളം വിദ്യാർത്ഥികളിലേക്ക് എറണാകുളം ജില്ലയിലേക്ക് പ്രവർത്തനം എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ജില്ലകളാണ് ഈ വിദ്യാർത്ഥി അതിനകം Madam, and
മാഡം പ്രിയപ്പെട്ടവർ. വിനോദ് സാറും മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കടന്നു പോകില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ പഞ്ചായത്തിൽ ഭീകരമായ തൊഴിൽ നഷ്ടം പല മേഖലകളിലും സാധാരണക്കാരായ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മാനസികമായി നേരിടാനുള്ള ഒരു കരുത്ത് അവർക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും സാധിക്കുകയും ചെയ്യട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. സെന്റ് ജോൺ സ്കൂൾ അടുത്തായി മാസത്തിന്റെ മൂന്നാം വിദ്യാഭ്യാസ മറ്റൊരു ദീർഘിപ്പിക്കുന്നില്ല. ഒരു വാക്ക് നന്ദി കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പറയാം. ഒരു സമയത്ത് പറയുന്നില്ല. ഏറ്റവും എനിക്ക് ദുഃഖമുള്ള വിദ്യാഭ്യാസ ജീവിതം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ എനിക്കറിയാവുന്ന വ്യക്തിത്വമാണ് ശ്രീ ടി ജെ വിനോദ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിന് അദ്ദേഹത്തിന് ഏറെ സമയം നമുക്ക് പങ്കുവെച്ചതിന് ഏറെ നന്ദി, എല്ലാവരും നന്ദി പ്രവർത്തിക്കുകയാണ്. അതുപോലെ വിദ്യാഭ്യാസം ഡയറക്ടർ നമുക്ക് വന്നിട്ട് പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ എനിക്ക് പറയാൻ തന്നെ ഒരു മനസ്സിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരിയേറെ തിരക്കുള്ളപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടായ നമ്മൾ ഏറ്റവും വലിയ മേലധികാരി, എറണാകുളം ജില്ലയുടെ ഏറ്റവും വലിയ മേലധികാരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയും എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ ഇതും ഞാനിങ്ങനെ ഒരിക്കലും വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇന്ന് നേരത്തെ തന്നെ ഓഫീസിലെത്തി വണ്ടി എത്തിയത് അതുകൊണ്ടാണ് നേരത്തെ കൃത്യമായിട്ട് എത്തിയാണ് ഏറെ സന്തോഷം. ഈ ഒരു കൂട്ടായ്മയിൽ അതുപോലെ മാഡം ഇത് രാവിലെയാണ് ഓഫീസിലേക്ക് പോകണമെങ്കിൽ എന്താ പ്രശ്നം എല്ലാ കാര്യം ഏറെ സന്തോഷത്തോടെ എത്തി എല്ലാവരും മട്ടാഞ്ചേരി ഉപജില്ലയുടെ ഓരോ നിങ്ങൾ അന്ന് പറഞ്ഞ നിങ്ങൾക്കാണ് ഒരു മുട്ടുസൂചികൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ കാര്യമായി. അത് വൈകിട്ട് കഴിഞ്ഞ പോലെ സെന്റ് ജോർജ് സ്കൂളിൽ കൊടുത്തപ്പോൾ മുട്ടുസൂചികൾ കൊടുക്കാനുള്ള വലിയ കാര്യമായിരുന്നു. അത് നമ്മൾ ഉൾക്കൊണ്ടു. ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ടീച്ചറാണെങ്കിൽ എപ്പോഴും ഓടിയിരുന്നു. അങ്ങനെ അപമാനപ്പെട്ട മട്ടാഞ്ചേരി ഏറെ നന്ദി. അതുപോലെ എനിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നത് മിനി സുഭാഷ് അടക്കമുള്ള ദിനെ അടക്കമുള്ള കേസ് എല്ലാവരും ചെയ്ത പല കണ്ടീഷനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു വാട്സാപ്പ് കൂട്ടത്തിൽ ഇട്ട് ഒരു 3 ദിവസമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അത് നീട്ടിക്കൊണ്ടാൻ പറ്റില്ല. മൂന്നാമത്തെ ദിവസം പ്രോഗ്രാം നടക്കുകയാണ്. വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഒന്നും നോക്കേണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ആ രീതിയിൽ മുന്നോട്ട് പോയി ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ സൂപ്രണ്ട് വരെ ഓഫീസായ ഒരു ഉണ്ടാക്കണം. അവരെ ഓഫീസാർക്ക് സൂപ്രണ്ട് ജയസാറടക്കം ഉള്ള ഇന്ന് എന്നോ മായസാറടക്കമുള്ള മുഴുവൻ അടക്കമുള്ള ഹനീഫ് അടക്കമുള്ള മുഴുവൻ പേർക്കും പ്രത്യേകം നന്ദിയാണ്. പിന്നെ എച്ചപ്പുറം കമ്മിറ്റി ടീച്ചർമാർ എപ്പോഴും എടുക്കണം, യൂണിറ്റിലേക്ക് എടുക്കണം. എന്തൊരു പ്രോഗ്രാം എടുത്താലും ലീവ് ഞങ്ങളാണ്ട് ഇന്ന് നിങ്ങൾക്ക് തരത്തില്ല. എച്ചപ്പുറത്തിനെ ലീവ് കൊടുക്കുമ്പോ അപ്പൊ ഇത് വേറെ ചോദിച്ച് വേണ്ട വേറെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ അതിന്റെ ടീച്ചർമാർ പ്രത്യേകം നന്ദി കൊടുക്കുന്നു. അതുപോലെ എല്ലാ പങ്കെടുത്ത് അവരെ കൂടി പ്രത്യേകം നന്ദി പറയുകയാണ്. അവിടെ എല്ലാവരും പങ്കെടുത്ത മുഴുവൻ പേരെയും മാരൻ സാർ അത് എപ്പോഴും ഉണ്ടായിരുന്നു. ആദ്യം നന്ദി ചെല്ലാനത്തിന് ഒരു കൈത്താങ്ങ് എന്ന ഈ പരിപാടി എറണാകുളം MLA ശ്രീ ടി ജെ വിനോദ് അവറുകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ ചില പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇനി വാഹനം ചെല്ലാനത്തേക്ക് പോവുകയാണ്. അതിനു മുമ്പായി ഇതിലേക്ക് എത്തുന്ന ചില രംഗങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. മരട് നഗരസഭ മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇപ്പോൾ കൗൺസിലറുമായ ശ്രീ ജിൻസൺ പീറ്റർ നമ്മളോട് സംസാരിക്കുന്നു. നല്ലൊരു ചിക്കൻ ബിരിയാണി ഏതാണ്ട്
നൂറിൽപ്പരം ആളുകൾക്ക് ലഭിക്കത്തക്ക വിധത്തിൽ വളരെ ഭംഗിയായി ഇത്തരമൊരു പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ഇതിന്റെ സംഘാടകരെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുവാനും സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങായി മാറുവാനും ഇതിന്റെ സംഘാടകർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബിരിയാണിക്ക് ആവശ്യമായ പാത്രങ്ങൾ തന്ന അജ്മലിന്റെ വാക്കുകൾ കേൾക്കാം. ഇന്നത്തെ കൈത്താങ്ങുന്ന പരിപാടിക്ക് മലബാർ കാറ്ററിംഗ് സർവീസ് എന്നും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ബിരിയാണി പാക്കിങ്ങിനും അതുപോലെ അതിന്റെ പാചകത്തിന് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളും ലഭിച്ച JC പ്ലാസ്റ്റിക്സ്, ബ്രോഡ്വേയിലുള്ള JC പ്ലാസ്റ്റിക്സിൽ നിന്നാണ്. കോവിഡുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ബ്രോഡ്വേയിലെ ഒരു പ്രധാനപ്പെട്ട മസാല വ്യാപാരം നടത്തുന്ന കടയാണ് കൊച്ചിൻ മസാല. തീർച്ചയായിട്ടും ഇതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവം, ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അനുഭവം എന്താണ്? കോവിഡിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടായി. ആളുകൾക്ക് കസ്റ്റമേഴ്സ് കടയിലെത്തുന്നില്ല. മറ്റേ ക്വാണ്ടിറ്റി സാധനങ്ങൾ വരുന്നുണ്ടോ പുറത്തുനിന്ന്? സാധനം വരാറുണ്ട്, വളരെ കുറച്ചാണ് വരുന്നത്. സ്റ്റോക്ക് വരുന്നത് പുറത്തുനിന്ന് സ്റ്റോക്കും ചെയ്യുന്നില്ല. താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഇത് ബിസിനസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് താങ്കളുടെ ഇത്? ഓൾറെഡി ബാധിച്ച് നിൽക്കുകയാണ്. ഈ വർഷത്തിന് പ്രതീക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മരടിലുള്ള അജ്വ ഫ്രഷ് മാർക്കറ്റിന് മുമ്പിലായിട്ടാണ്. ഈ അജ്വ ഫ്രഷ് മാർക്കറ്റിൻ്റെ ഉടമസ്ഥനായ ശ്രീ മുന്ന പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് കോവിഡിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയപ്പോൾ വളരെയേറെ സഹായങ്ങളാണ് ചെയ്തത്. ഏത് കാര്യത്തിനും ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊരു കാര്യമാണ്, പൊതുവായിട്ടുള്ള കാര്യമാണ്, കമ്മ്യൂണിറ്റി കിച്ചന് വേണ്ടിയാണ്, ഏത് സഹായത്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാരണവശാലും പിന്നെ പൈസ വാങ്ങാത്തൊരവസ്ഥയായിരുന്നു. കേരള ജനത മൊത്തം പിന്നെ ലോകം മുഴുവനും നേരിടുന്നൊരു പ്രതിസന്ധിയാണ് കോവിഡ്. അതേപോലെ ചെല്ലാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് കടലാക്രമണവും ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്ഥാപനമാണ് അജ്മ ഫ്രഷ് മാർക്കറ്റ്. എന്നെക്കൊണ്ടും എൻ്റെ സ്ഥാപനത്താൽ കൊണ്ടും കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞാൻ ചെയ്തു കൊള്ളുന്നു. ചെല്ലാനത്തിലേക്ക് ഒരു കൈത്താങ്ങുന്ന പരിപാടി ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പൊതുവിദ്യാലയങ്ങളും കുട്ടികൾക്ക് മുട്ടയും പാലും വിതരണം ചെയ്യുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ സെബാസ്റ്റ്യനെ പോലെ, ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് സെബാസ്റ്റ്യനാണ്. സെബാസ്റ്റ്യനെ പോലെ കേരളത്തിലെ വിദ്യാലയങ്ങളിലെ മുട്ട കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നവർക്ക് ആ തൊഴിലില്ലാതായി മാറിയപ്പോൾ അവർ ഇപ്പോൾ 100 രൂപയ്ക്ക് 30 മുട്ട കൊടുക്കുന്നതിൽ പാതയോരങ്ങളിൽ നിന്ന് വിൽക്കുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും കോവിഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മാറ്റങ്ങളാണിത്. അദ്ദേഹം ഒരു വാക്ക് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഈ ചെല്ലാനം സ്കൂളിലേക്ക് ഈ ഉദ്യമത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ചെല്ലാനത്തെ ഒരു കൈത്താങ്ങുമായി NXA ടേസ്റ്റ് ചാനലും അക്ഷരമുത്തും സംഭരിച്ച സാധനങ്ങളുമായി ചെല്ലാനത്തേക്കുള്ള യാത്രയിലേക്ക് യാത്ര കാണാം. പോകുന്ന വഴികൾ വിജനമായിരുന്നു. മിക്കവാറും ചെല്ലാനം പ്രദേശം കണ്ടെയ്ൻമെൻറ് സോൺ ആയിരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലോക്കുകളിൽ കേരള പോലീസിൻ്റെ പ്രിയങ്കരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ജാഗ്രതയോടെ കരുത്തോടെ കോവിഡിനെ പ്രതിരോധിക്കുന്നതിനായുള്ള ഡ്യൂട്ടിയിലായിരുന്നു. അവർക്ക് NXA ടേസ്റ്റിൻ്റെയും അക്ഷരമുത്തിൻ്റെയും എ ബിഗ് സല്യൂട്ട്. ഇനി വാഹനം ചെറിയ കടവ് സെൻറ് ജോസഫ് LP സ്കൂളിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഞങ്ങൾ വളരെ വിജനമായ പാതയിലൂടെ കടന്ന് ചെല്ലാനം സെൻറ് ജോസഫ് LP സ്കൂളിൻ്റെ അങ്കണത്തിലെത്തിയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട പ്രധാനാധ്യാപക ലിസി ടീച്ചറും PTA പ്രസിഡന്റ് ഡിജയും മറ്റ് അംഗങ്ങളും കമ്മിറ്റി അംഗങ്ങളും രക്ഷാകർത്താക്കളും ഏറെ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വാഹനങ്ങളിലുള്ള സാധനങ്ങൾ എല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടെ വന്ന് അവരെ എടുക്കുകയും അവിടെ സ്കൂളിൻ്റെ ഹാളിലേക്ക് കയറ്റി വെക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു.
ചെല്ലാനും സ്കൂളിൽ സഹായിച്ചു. ഇപ്പം നമ്മുടെ സ്കൂളിനെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ അവരുടെ ഈ നല്ല മനസ്സിന് നന്ദി പറയുകയാണ്. ഈ ഒരു മേഖലയെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിനെ സ്കൂളാണ് കുറച്ച് കുട്ടികളെ ഉള്ളൂ. ഇവിടെ ഈ സമയത്തെ കുറച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്കൂളിൽ തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംരംഭം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് കളിച്ച എറണാകുളം ജില്ലാ എ സാറിനെ എല്ലാവരും വരുന്നത് ഓരോരുത്തരുടെയും സ്റ്റാഫിൻ്റെ പേരിൽ അതുപോലെ സാറിന്റെ വൈകുന്ന സമയത്ത് ഇങ്ങനെ ഒരു നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്വീകാര്യതം തന്നെയാണ്. അങ്ങനെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സാറിന്റെ വൈദ്യുതിയും കുട്ടികളെയും ഈ സംരംഭത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇതിൽ പങ്കെടുക്കാൻ ഈ സഹായം ഏറ്റുവാങ്ങാനുള്ള ഇടപെടുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ എല്ലാവരുടെയും കുറ്റപ്രസിദ്ധത്തിനും പ്രത്യേകിച്ച് എല്ലാവർക്കും സ്വാഗതാശംസകൾ നൽകുന്നു. ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട ഈ വിദ്യാലയത്തിൻ്റെ പ്രധാനാധ്യാപിക ടീച്ചർ, നേരത്തെ ബഹുമാന്യ വിദ്യാ പ്രസിഡന്റ് ദീന, മറ്റ് രക്ഷാകർത്താക്കളെ നിങ്ങളൊപ്പം ആകുവാൻ ഇതൊക്കെ ദൈവനിമിത്തമാണ്. നമുക്ക് ഓരോ നിമിഷവും അടുത്ത നിമിഷം എൻ്റെ സ്വന്തമല്ല, അത് ദൈവം തരുന്ന നിമിഷമാണ്. അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ചെയ്യും. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ചെയ്തേ മതിയാവും. അതെല്ലാവരും അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് വേദനിക്കും. ഞാൻ സംശയക്കാരില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ആ തിരിച്ചറിവ് ഞങ്ങളുടെ 84-86 ബാച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ട്രെയിനിങ് നടത്തിയ 84 TTA അധ്യാപകർ, അവർ പ്രധാനാധ്യാപകരുണ്ട്. ഇവിടെയുണ്ട് ഡെൻസി മാത്യുണ്ട്. ടീച്ചർ എൻ്റെ കൂടെ പഠിച്ചാൽ ഡെൻസി മാത്യു. അപ്പോൾ അവരുടെ കൂട്ടായ്മയിലേക്ക് ഞാനിങ്ങനെ ഇട്ടു. സെൻറ്റൂറിൽ പോയി ചിലപ്പോൾ എല്ലാ സ്കൂളിലേക്ക് വരുന്നു. പൊതുവിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ച് CBSE പോലെയുള്ള മറ്റു കാര്യങ്ങളിൽ പോയി നമ്മളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇവിടെ പൊതുവിദ്യാലയത്തിൽ മക്കളെ പഠിപ്പിക്കും. നിങ്ങളെ ആദ്യമേ അഭിനന്ദിക്കുക. ഈ കോവിഡും ഈ പ്രശ്നമൊക്കെ മാറും. പ്രശ്നങ്ങളുണ്ടാകുന്ന ജീവിതകാലത്ത് മാറും. അവരുടെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടും പ്രശ്നം ഉണ്ടാക്കരുത്. ഓൺലൈൻ ക്ലാസ്സുകൾ പരമാവധി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. എന്നൊരു വലിയ പോർഷൻ നിർത്തല്ല. ഈ പരീക്ഷ നടത്തിക്കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആർക്കും തീരുമാനം ഉണ്ടാവും. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കാനൊന്നും പോകില്ല. സിലബസ് ക്രമീകരിച്ചുകൊണ്ടായിരിക്കും അവർക്ക് പരീക്ഷ നടത്തുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് പോലെ അലങ്കാര മത്സ്യം വാങ്ങിച്ചു കൊടുക്കുകയോ വീട്ടിൽ ഇൻഡോർ ഗെയിംസ് കൊടുക്കുകയൊക്കെ ചെയ്യണം. കാരണം കുട്ടികൾ, ഞാൻ വീടുകളിൽ പോയി, എൻ്റെ ഉപജില്ലയിലെ 5-6 വീടുകളിൽ പോയി സംസാരിച്ചപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് വരാം, വീടില്ല. അവർക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാറേ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകണം. കാരണം സമപ്രായക്കാരെ കൊണ്ട് അച്ഛനോട് പറയാൻ കഴിയാത്ത, അമ്മയോട് പറയാൻ കഴിയാത്ത, അധ്യാപകരോട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ കൂട്ടുകാരോട് അവർക്ക് പങ്കുവയ്ക്കാനുണ്ടാവും. അത് വലിയൊരു ആവശ്യം. ഭക്ഷണവും ശരീരത്തിൻ്റെ ആവശ്യം ഭക്ഷണം മാത്രമല്ല, മെൻ്റലായിട്ടുള്ള മാനസികമായ ആവശ്യങ്ങൾ നീഡ്സ് കുട്ടികൾക്കുണ്ട്. അത് കൂട്ടുകാരുടെ വിദ്യാലയങ്ങൾ കൂടിക്കളിച്ച, കൂടി കണ്ടുപിടിച്ച, കൂടി ഓടിക്കളിച്ചൊക്കെ ചെയ്യുമ്പോഴാണ് മാനസികമായ വികാസം ഉണ്ടാകുന്നത്. ശാരീരികമായ വികാസം മാത്രമല്ല, അക്കാദമിക്കായിട്ടുള്ള വിധം മാത്രമല്ല, മാനസികമായ വികാസം അതില്ലാതെ ഒരു അവസ്ഥ നമ്മൾ അവരെ കൂട്ടുകാരായിട്ട് മാറണം. കുട്ടികളുടെ നമ്മൾ മാനസിക സംഘർഷം ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ മാത്രം അവർക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്, അവർക്ക് കൈമാറുക. അവർ പറയുന്ന പ്രശ്നമല്ല, മാറിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമല്ല. ഇതിനെ പ്രശ്നം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അല്ല, ടീച്ചേഴ്സ് വിളിക്കാറില്ലേ? ടീച്ചേഴ്സ് വിളിക്കണം. ടീച്ചേഴ്സിനെ കുട്ടികളൊക്കെ വിളിക്കണം. ഓരോ ക്ലാസ് കുട്ടികളെ സംസാരിക്കണം. ദൈവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയാണ്. ഓരോരുത്തരും വന്നത് പോയിട്ട് പേരുണ്ട്. നിങ്ങൾ ആക്കി അവിടുന്ന് പറയണ്ട. എന്റെ അടുത്ത സുഹൃത്താണ് ജൂസാറ് ഇതുപോലെ കണ്ടെയ്ൻമെന്റ് സോൺ കിട്ടി പറഞ്ഞത്. ഞാനത് നാട്ടുകാരായിട്ട് ഞാൻ ഇമ്പ്ലിമെന്റ് എനിക്കും 2 കണ്ടെയ്ൻമെന്റ് സോൺ കിട്ടി. ജൂസാറ് എൻ്റെ അടുത്ത സുഹൃത്ത് പഠിച്ചാണ്. ഈ ടീച്ചർ ഇതേ പീരീഡിൽ ആ സാറ് പറഞ്ഞ് ഒരു മാസം ഞങ്ങളൊക്കെ പിന്നീട് അപ്പോഴേക്ക് പോയത്. സാറ് കൂടിയാണ് ഈ സ്കൂളിന്റെ പേര് പറഞ്ഞത്. എനിക്ക് റവാക്കാപ്പിൽ നമ്മുടെ ജൂസാറ് 2 സ്കൂളിൽ ചേർന്നു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, സന്തോഷ കൂടിയുണ്ട്. പറ്റുന്നത് അത് പ്രധാനാധ്യാപകൻ സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ HM ആണ്.
അങ്ങനെ സെൻറ്റ് ജോസഫ് ചെറിയാടൂരിൽ പി സ്കൂളിലെ രക്ഷാകർത്താക്കളെയും കണ്ട് ഏറെ സന്തോഷമായി, മനസ്സ് നിറയെ സംതൃപ്തിയുമായി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിലേക്ക്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേർക്കും മനസ്സ് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.